നമസ്കാരം. മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനാൽ കഴുത്തിന് സങ്കീർണമായ ആരോഗ്യ പ്രശ്നം നേരിട്ട് നടി ഷക്കീല. സ്ഥിതി വഷളായതിനെ തുടർന്ന് അവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയായി. ആശുപത്രിവാസത്തിന്റെയും വീട്ടിൽ തിരിച്ചെത്തിയതിന്റെയും ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ താരം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു. സെൽഫ് ട്രോൾ രൂപേണയാണ് അവർ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം 3 ലക്ഷം രൂപയോളം ശസ്ത്രക്രിയയ്ക്കായി ചെലവായതായി ഷക്കീല പറയുന്നു. കിടക്കയിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞുകിടന്ന് തുടർച്ചയായി 4 മണിക്കൂറോളം ഗെയിം കളിക്കുന്ന സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ചായ കുടിക്കാൻ മാത്രമാണ് എഴുന്നേറ്റിരുന്നത്. അതിനുശേഷം വീണ്ടും ഗെയിമിലേക്കും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം റീലുകളിലേക്കും കടക്കും. തെറ്റായ രീതിയിലിരുന്ന് ദീർഘനേരം ഫോൺ ഉപയോഗിച്ചത് കഴുത്തിലെ പ്രധാന ഞരമ്പുകളെ ബാധിക്കുകയും ഒടുവിൽ ശസ്ത്രക്രിയയിലേക്ക് നയിക്കുകയുമായിരുന്നുവെന്ന് നടി വെളിപ്പെടുത്തി. ഫോൺ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. അനാവശ്യ വീഡിയോകൾ കണ്ട് സമയം കളയരുത്. അല്ലെങ്കിൽ വലിയ തുക ആശുപത്രി ചെലവിനായി നഷ്ടപ്പെടുന്നതിനൊപ്പം സഹിക്കാനാവാത്ത വേദനയും അനുഭവിക്കേണ്ടി വരും, നടി ഓർമ്മിപ്പിച്ചു. നിലവിൽ കഴുത്തിന് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന ഷക്കീലയ്ക്ക് എഴുന്നേൽക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങളും പരമാവധി ഇത് ഒഴിവാക്കുക. എൻ്റെ വീഡിയോ അടക്കം ഒഴിവാക്കുക. നമുക്ക് ഉപകാരമുള്ള വീഡിയോ മാത്രം കാണുക. അല്ലെങ്കിൽ 3 ലക്ഷം രൂപയും പോകും, നല്ല വേദനയും ഉണ്ടാകും, ഷക്കീല വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കുകയെന്ന സന്ദേശവും താരം ആരാധകർക്കായി നൽകുന്നുണ്ട്. പോസ്റ്റിന് താഴെ താരത്തിന് എത്രയും വേഗം രോഗസൗഖ്യം ആശംസിച്ചുകൊണ്ട് നിരവധി ആരാധകരും പ്രേക്ഷകരുമാണ് കമന്റുകളുമായി എത്തുന്നത്. അമിതമായ മൊബൈൽ, കമ്പ്യൂട്ടർ ഉപയോഗവും തെറ്റായ ഇരിപ്പും കഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നത് ആരോഗ്യരംഗത്ത് നേരത്തെയും ചർച്ചയായ വിഷയമാണ്. പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും അമിതമായ സ്ക്രീൻ സമയം കഴുത്ത് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ജോലി സംബന്ധമായ ഇത്തരത്തിലുള്ള സ്ക്രീനിംഗ് ടൈം ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷമുള്ള മൊബൈൽ ഫോൺ ഉപയോഗവും. രണ്ടും കൂടി ആകുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പരമാവധി ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നതും. ഉണർന്ന നിമിഷം മുതൽ ഉറക്കത്തിന് തൊട്ടു മുൻപ് വരെ മിക്കവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും. അറ്റമില്ലാത്ത റീലുകളിലൂടെ സ്ക്രോൾ ചെയ്തും നീളൻ മെസ്സേജുകൾ വായിച്ചും ടൈപ്പ് ചെയ്തും അല്ലെങ്കിൽ മണിക്കൂറുകളോളം വീഡിയോ കണ്ടും നേരം പോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഞരമ്പുകൾ അപകടത്തിലാണ്. വളരെയധികം അപകടകരമായ സാഹചര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഇതാണ് ഡോക്ടർമാരും മുന്നറിയിപ്പ് നൽകുന്നത്.